ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിനനുസരിച്ചിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. തയ്യൽ അറിയാവുന്നവർക്കും തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ സ്റ്റെപ്പും കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ 3 ലെയറായിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ബോ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും സെയിം ആയിട്ട് ലെയർ ഫ്രോക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഓപ്പണിങ്ങിന് ഒരു ബട്ടണാണ് ലൂപ്പ് കൊടുത്തിട്ട് ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളുടെ ഓരോ ഭാഗത്തും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നമ്മളുടെ ഈ സൈഡ് ജോയിൻ ചെയ്തിരിക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ ഷോൾഡർ ജോയിനിങ്, നെക്ക്, ആം റൗണ്ട് ഇതൊന്നും നമുക്ക് പുറത്ത് കാണത്തില്ലാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കവർ ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ദേഹത്ത് നൂലൊക്കെ മുട്ടിക്കഴിയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബട്ടൺ ലൂപ്പ് വെച്ചിരിക്കുന്നിടത്തൊന്നും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽത്തുമ്പ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ടൈം എടുത്ത് ചെയ്തൊരു ഫ്രോക്കാണ്. കാരണം നിങ്ങൾക്കത് യൂസ്ഫുൾ ആകണമെന്ന് എനിക്ക് ഉറപ്പായിട്ട് ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ടൈം എടുത്ത് ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങിക്കോളെ. ലൈനിങ് ആണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ അളവുകളും കറക്റ്റായിട്ട് ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. 2ആയിട്ട് മടക്കിയിട്ടു. അതിനുശേഷം ബോഡിയുടെ ലെങ്ത് 9 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനെ നമുക്ക് ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റിയിട്ട് അതിനെ നമുക്ക് 2ആയിട്ടൊന്ന് ഹോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമേ. ഇങ്ങനെ മുറിച്ച് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ. 4 പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഇട്ടത് കേട്ടോ. ഇതുണ്ട്, ഇത് ബാക്കും ഫ്രണ്ടും ആയിട്ടാണ് വരുന്നത്. ലെങ്ത് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, ഷോൾഡർ ഈ ഭാഗത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ മാർക്കിങ്ങളായിട്ട് ചെയ്യാം. ഷോൾഡർ 5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സെയിം 5 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി ഞാൻ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. കാരണം തയ്യൽ തുമ്പും ലൂസും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ ഭാഗം 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതും ഇതേപോലെ തയ്യൽ തുമ്പും ലൂസും ചേർത്തിട്ടാണ്. അത് ഞാൻ മാർക്കിങ് രണ്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോള് ഇതേപോലെ ഒന്ന് ഷേപ്പും ചെയ്തെടുക്കാം കേട്ടോ. ഇനി കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കതിനെ ഒരു ബോക്സ് പോലെ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് മാർക്കിങ്ങിലൂടെ വളരെ കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കും കേട്ടോ, മറന്നു പോകരുതേ. ഇനി നമ്മുടെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതേപോലെ കിട്ടിയത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയെന്ന്. ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇതുണ്ട്, ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ലൈനിങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെയിൻ പീസ് ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കി ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇതുണ്ടോ, ഇതിനും നമ്മൾ ലൈനിങ് പോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. 4 ലെയറായിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മളുടെ മടക്ക് ഭാഗം ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഒപ്പം നമുക്ക് നല്ല തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടോ, എല്ലാ വശങ്ങളും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ ഇരിക്കണം. ഹോൾഡ് ചെയ്ത ഭാഗം കട്ടായി പോകരുത്. അല്ലാതെ 3 സൈഡും നമ്മളൊന്ന് ഒപ്പത്തിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കും ഫ്രണ്ടും, ഇത് നല്ല തുണിയുടെ ബാക്കും ഫ്രണ്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഉടുപ്പിൻ്റെ പ്ലേറ്റ്സ് ഇടാനുള്ള താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി 2ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ലെങ്ത് 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റാം. നമ്മളതിനെ 2ആയിട്ടൊന്ന് മടക്കാം. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവുമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് 14 ഇഞ്ച് ഇറക്കത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് ഇറക്കത്തിലുള്ള 2 പീസാണ് കേട്ടോ കിട്ടുന്നത്. ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 14 ഇഞ്ച് വീതമുള്ള 2 പീസ് കിട്ടും. ഞാനൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ ഒരു പീസ് ഇത് നമുക്ക് ബാക്കിലേക്ക് പ്ലേറ്റ്സ് ഇടുവാണെങ്കിൽ അടുത്ത പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് പ്ലേറ്റ്സ് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്ര മനസ്സിലായില്ലേ. ഞാൻ ആ താഴ്ഭാഗത്തിന് ലൈനിങ് കൊടുക്കുന്നില്ല. നിറയെ പ്ലേറ്റ്സൊക്കെ ഉള്ളൊരു ഉടുപ്പായതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ താഴ്ഭാഗത്ത് ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള തുണി ഇതേപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ടിട്ട് 4 ഇഞ്ച്
വീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇടാനുള്ള ഭാഗമാണ് കേട്ടോ. നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നില്ല, അതാണ്. നമുക്ക് വീണ്ടും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് വീതിയുള്ള കുറച്ച് നമുക്ക് തുണി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 8 പീസോളം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4 മാർക്കിംഗ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 4 പീസായിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറുഭാഗത്തേക്ക്, ഇപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്തെ ഫ്രില്ലിന് എടുക്കുവാണെങ്കിൽ ബാക്കിലേക്കുള്ളതും നമ്മൾ ഇതേപോലെ തന്നെ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കാണിക്കുമ്പം നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നുണ്ട്. ഞാൻ ഒരു ഭാഗം കാണിക്കുവാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ അടുത്തൊരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ നമുക്ക് 2 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീളത്തിൽ കിട്ടുന്ന ഒരുപാട് ഫ്രില്ല് വേണമല്ലോ, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ബാക്കി തുണി ഇതേപോലെ നിവർത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് 8 പീസ് നമ്മൾ 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. നമ്മൾ ഓരോ പീസും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. അടുത്തൊരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പം വെച്ചിരിക്കുന്ന പീസില്ലേ, അതിൻ്റെ അറ്റ നമ്മൾ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആ മടക്കിയ ഭാഗത്ത് നമ്മൾ അടുത്ത പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം എളുപ്പത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും നൂലും എല്ലാം നഷ്ടമാകും. അപ്പോൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുണ്ടോ, ഇതേപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ ഒന്ന് മടക്കി വെച്ചാൽ മതി. ചീത്തവശത്തോട്ടാണല്ലോ തയ്യൽ തുമ്പ് വരേണ്ടത്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പം അങ്ങനെ വരുള്ളൂ കേട്ടോ. നടുവേ ഒന്ന് മടക്കി വെക്കുമ്പോഴത്തേക്കിനും അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയവും എല്ലാം ലാഭിക്കാൻ പറ്റും കേട്ടോ. ഞാൻ മുഴുവനും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഇത്രയും നീളത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാനും ഭയങ്കര പാടായിരിക്കും, ഒത്തിരി സമയവും വരും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ റോൾഡ് ഹെമ്മിങ് ആണ് ചെയ്തത് കേട്ടോ. എനിക്കും ആ മെഷീൻ ഉള്ളതുകൊണ്ട് അതിൽ നമ്മളൊന്ന് ഹെം ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അതിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കുക. അത് ആ മെഷീൻ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ട് മടക്കി അടിച്ചാൽ മതിയാകും. അതും നല്ലതാണ് കേട്ടോ. എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് മെഷീനില്ലാത്തവരൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ മെഷീനിൽ നമുക്ക് കയ്യിലുള്ള മെഷീൻ ഇതൊന്നുമല്ല, ഏതാണോ നമുക്കുള്ള മെഷീൻ അതിൽ വെച്ചിട്ടൊന്ന് മടക്കി അടിച്ചെടുത്താൽ മതിയാവേ. അതിനുശേഷം നമ്മളിതുണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയും നമുക്ക്. അപ്പോൾ ഇതുണ്ടോ ഇതേപോലെ. അപ്പോൾ നമുക്ക് നല്ല നീളത്തിൽ നമ്മളുടെ ഈ ഒരു തുണി കിട്ടും. ഉണ്ടോ, വളരെ നീളത്തിൽ വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും വെച്ച് വെച്ചാൽ അത് കട്ട് ചെയ്ത് വെച്ചാൽ അടുത്തതിലേക്ക് പോകുന്നതിലും എന്തോരം എളുപ്പത്തിലാണ് നമ്മൾ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഉണ്ടോ, നമുക്ക് പിന്നെ റോൾഡ് ഹെമ്മിങ് ചെയ്യാൻ പറ്റാത്തവരെ 2 സൈഡിലും ഇതേപോലെ ഹോൾഡ് ചെയ്തു വീണ്ടും കുഞ്ഞാക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് മടക്കി അടിച്ചാൽ മതിയാവും. ഞാനിപ്പം ഇതുണ്ടോ, എനിക്ക് ഫാഷൻ മേക്കർ ഉള്ളത് കൊണ്ട് നമുക്കിതിലിങ്ങനെ തുണിയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ മെഷീനുള്ളവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇല്ലാത്തവർ അല്ലാത്ത രീതിയിലും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. ഉടുപ്പ് കാണാനൊരു റെഡിമെയ്ഡ് ലുക്കും വരുവേ. അതുകൊണ്ട് ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ സാരിയുടെ ഒക്കെ സൈഡും ഷോളിൻ്റെ ഒക്കെ സൈഡും ഒക്കെ മടക്കി അടിക്കുകയില്ലേ, ഉരുട്ടി അടിക്കുകയില്ലേ, അത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല കേട്ടോ, ഒത്തിരി ടൈം എടുക്കുമല്ലേ. അപ്പം ഇതുകൊണ്ട് ഞാൻ 2 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. വലിയ പ്ലീറ്റ്സ് ഇട്ടാൽ ഒരു ഭംഗി കാണുമല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഹോൾഡ് ചെയ്തുള്ള പ്ലേറ്റ്സ് അല്ല എടുക്കേണ്ടത്. ഇതുണ്ടോ മെഷീൻ്റെ പ്രഷർ കൂട്ടിൻ്റെ ഇടയ്ക്കൊരു ഫാബ്രിക് പിന്നോ എന്തെങ്കിലും സൂചി എന്തെങ്കിലും ഒന്ന് കടത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതുണ്ടോ ഇപ്പം നമ്മൾ ഈ ഇട്ടിരിക്കുന്ന അതിൽ നിന്നും ഏറ്റവും വലിയ കാണിയിലേക്ക് നമ്മുടെ ഈ മെഷീൻ എല്ലാവരുടെയും കയ്യിൽ ഇത് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെഷീൻ്റെ ഏറ്റവും കൂടിയ കാണിയിലേക്ക് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ ഇതേപോലെ ചുമ്മാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിറച്ചൊരു സൈസ് ചെറിയ പ്ലേറ്റ്സ് വരും. അതൊരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്ലേറ്റ്സിന് കാണാനായിട്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതേപോലെ കിട്ടുകയില്ല. ഈ ഒരു രീതിയിൽ ഉടുപ്പിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് ഒരു റെഡിമെയ്ഡ് ലുക്ക് വരുന്നത്. ഉണ്ടോ പിന്നെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പണിയും കഴിയും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് ഞാൻ മുഴുവനൊന്നും കാണിക്കുന്നില്ല, കാണിച്ചാൽ ഒത്തിരി ടൈം ആകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കാണിക്കാം. അതിനുശേഷം നമുക്ക്
അടുത്തയിലേക്കും പോകാം കേട്ടോ. അങ്ങനെ മുഴുവൻ ഞാൻ പ്ലീറ്റ്സ് നല്ല ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുത്തതിന് ശേഷം നമ്മളുടെ തുണിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുണ്ടോ, നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവൻ നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ളത് മുഴുവൻ ഞാൻ ഒന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തുണിയിൽ നിന്ന് 2 ഭാഗവും കൂട്ടി അടിച്ചതിന് ശേഷം നമുക്കിതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത് കേട്ടോ. അല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ 2 പീസാക്കി തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ആ ഫ്രില്ലിന് വെച്ചോളം തന്നെ പിൻ കുത്തി കൊടുത്തിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുത്താണ്, എന്നാലും നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള പ്ലീറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാനതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നൂലൊക്കെ ഉള്ള അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരുവാണ്. അത് ഇത് മടക്കി അടിക്കാൻ അറിയത്തില്ലാത്തവരാരും കാണുമല്ലോ. ഇൻ കേസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് നോക്കിയൊന്ന് പഠിച്ചാലും മതിയാകും കേട്ടോ. അതുകൊണ്ട് അറിയത്തില്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ 2 പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് കരുതുക. ഒരെണ്ണം ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുണ്ടോ, അപ്പം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3/4 ഇഞ്ചോളം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം തയ്ച്ച് വരുമ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഏകദേശം ഒരു 3/4 ഇഞ്ചോളം കയറ്റി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ സ്റ്റിച്ചിങ്ങിലൂടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആ 1/2 ഇഞ്ച് ഗ്യാപ്പിലൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനെല്ലാം കാണിച്ചിരുന്നത് സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളെ കാണിച്ചു തരുന്നത്, ഇതെങ്ങനെയാണ് വെച്ച് തരുന്നത് കൊണ്ട് കാണിക്കേണ്ടത്. അതുകൊണ്ട് വീഡിയോസിൻ്റെ ലെങ്ത് ആയാലും നിങ്ങൾക്ക് എല്ലാ പോയിന്റുകളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിയിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് വെച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രില്ല് നമ്മളിപ്പം വെച്ചതിന് തൊട്ട് മുകളിലായിട്ട് ചേർന്നിരിക്കണം. എന്നാൽ മറ്റേനെ കവർ ചെയ്തിരിക്കുകയും ചെയ്യരുത്, ഒത്തിരി കയറിയും പോകരുത്. അതിനെ മുട്ടിയിരിക്കുന്ന രീതിയിൽ നമ്മൾ അടുത്ത ഫ്രില്ല് വെച്ചിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ ഫ്രില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഭാഗമൊന്നും കട്ട് ചെയ്യാനോ ഒടിച്ചുവിടുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കെട്ടിയിട്ട് നിർത്തുക, ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ടിലേക്കുള്ളൊരു ഭാഗം മാത്രമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്ക് പീസും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ഫ്രില്ലിൽ കവർ ചെയ്ത് നിൽക്കരുത്, മൂടിക്കിടക്കരുത്. അത് മുട്ടി നിൽക്കുന്ന രീതിയിൽ വേണം, എന്നാൽ അതൊരു ഭംഗിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വളരെ നീറ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒപ്പത്തിനൊന്ന് വെച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ച് കൈയൊക്കെ ഇതേപോലെ ഒന്ന് പതിച്ച് പിടിച്ചതിന് ശേഷം വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയായി. ഇതാണ് 3 ലെയർ നമ്മൾ കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പും ഒരിടത്തും അനാവശ്യമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അടുത്ത പീസും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി സൈഡ് നമ്മൾ കൂട്ടിയടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മുടെ ഫ്രില്ലൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൈ കൊണ്ട് പിടിച്ച് നമ്മുടെ ഫ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറിയൊന്നും പോകരുത് കേട്ടോ. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതുണ്ട് ഒപ്പത്തിന് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സൈഡിൽ നിന്ന് കൂട്ടിയടിച്ചാൽ മതിയാവും. ഇതേപോലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവസാനം വരുന്ന ഭാഗത്ത് കെട്ടിട്ട് നിർത്തുക. സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോഴും കെട്ടിടണം കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടോ, നമുക്കത് നല്ല ഭംഗിയിൽ തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സ്റ്റിച്ചിങ്ങും ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ. ഈ ഇവിടം തൊട്ടാണ് സൈഡ് ജോയിൻ ചെയ്തിട്ട്, അല്ലാതെ നമ്മൾ ഫ്രില്ല് പിടിപ്പിക്കുന്നോ ഫ്രില്ലിടുന്നോ അതൊന്നും നമുക്ക് ഡബിൾ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല. അതൊക്കെ സിംഗിൾ സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സൈഡ് ജോയിൻ ചെയ്യുന്ന തൊട്ട് ഞാൻ എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ.
അത് പ്രത്യേകം ഓർക്കുക. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചെല്ലാം വിട്ടുപോയാൽ നമുക്ക് ആ കസ്റ്റമറെ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് നിറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് നിറയെ ഞൊറിയൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്കേർട്ട് പോർഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോഡി പോർഷനാണെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് ഒട്ടും തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഷോൾഡർ തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം, കൂട്ടിയടിച്ചെടുക്കുക. ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരേ ഒപ്പത്തിന് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കൂട്ടിയടിച്ചെടുക്കുക. എന്നിട്ട് കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതേപോലെ തന്നെ നല്ല തുണിയും ഒപ്പത്തിന് ഷോൾഡർ രണ്ടും ഒപ്പത്തിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും കെട്ടിയിട്ട് വേണം നിർത്താനായിട്ട്. അതേപോലെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുണ്ടോ, ഇതേപോലെയാണ് നമുക്ക് അന്നേരം കിട്ടുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ഷോൾഡർ ജോയിൻ ചെയ്ത സ്റ്റിച്ചിങ് കണ്ടില്ലേ, അതേപോലെ വേണം കിട്ടാനായിട്ട്. അതിനുശേഷം നല്ല വശം മുകളിൽ വരുന്ന പോലെ ഇടുക. ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നമ്മുടെ മെയിൻ തുണിയുടെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതുണ്ടോ, ഇതേപോലെ നമ്മുടെ ഷോൾഡർ ജോയിനിങ് ഒക്കെ ഒരേ ഒപ്പം വരുന്ന രീതിയിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പറ്റുന്നില്ല, പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വശങ്ങളിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ബട്ടൺസിന് നമ്മൾ ബാക്കിലൊരു ബട്ടനാണ് കൊടുക്കുന്നത്. ആ ബട്ടൺസിനുള്ളൊരു ലൂപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു തുണി ഇതേപോലെ ഒന്ന് മടക്കി, അതിന് നീളവും വീതിയൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ളൊരു തുണി, ഒരു 1 ഇഞ്ച് വീതിയുള്ള തുണിയൊന്ന് മടക്കി അടിച്ചെടുത്തു എന്നുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിലേക്ക് ഇതുണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലൂടെ താഴേക്ക് ഒരു മാർക്കിംഗ് ചെയ്തില്ലായിരുന്നു, ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മനസ്സിലായില്ല, നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതിനുശേഷം നമുക്ക് ഉൾഭാഗം എല്ലാം ചെറിയ കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച നൂല് കട്ടായി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാനായിട്ട്. ഇൻ കേസ് അത് കട്ടായി പോയെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്ക് ലൈനിങ് നല്ല തുണിയുടെ ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് മറിച്ചിട്ടെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബട്ടൺസിൻ്റെ നമ്മളൊരു ഓപ്പണിങ് കൊടുത്തില്ല, അത് ഇതേപോലെ കത്രികയുടെ മന വെച്ചിട്ട് ആ ഒരു കോർണറൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, കത്രിക കുത്തി തുണി കീറിപ്പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഓപ്പണിങ്ങും ലൂപ്പും ഒക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയിലും വളരെ വൃത്തിയിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോളൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുണ്ട്, തുണി ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ കട്ടിങ് നെക്കിൽ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. നൂല് കട്ടാകരുത്. ഇൻ കേസ് കട്ടായി പോയെങ്കിൽ നിങ്ങൾ അതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉണ്ടല്ലേ, എന്നിട്ട് നമുക്ക് ഉൾഭാഗത്ത് കൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ആം ഹോള് സ്റ്റിച്ച് ചെയ്തത് പുറത്ത് കാണത്തില്ലാത്ത രീതിയിൽ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വളരെ നീറ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ വലുപ്പം എല്ലാം നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ എടുത്താൽ. ഇനി അടുത്ത ഭാഗം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് മറുഭാഗത്തെ ആം ഹോളും നമുക്കൊന്ന്
കറക്റ്റായിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിനിങ് വരുമ്പം ആ 2 പോയിന്റ് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുണ്ട് ഉള്ളിൽ നിന്ന് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് ഒന്ന് നിവർത്തിയിട്ട് നോക്കാം. വളരെ കൃത്യമായിട്ട് നമുക്ക് 2 ഭാഗവും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടും തയ്യൽ തുമ്പ് ഒരു ഭാഗത്തും കാണുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൈഡ് ഒന്ന് കൂട്ടിയടിച്ചെടുക്കുവാണ്. അതും തയ്യൽ തുമ്പ് കാണത്തില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലെ തന്നെ 2 ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ സൈഡിൻ്റെ ജോയിനിങ് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒട്ടും കാണുകയില്ല കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിയിട്ട് തുടങ്ങുക, കെട്ടിയിട്ട് നിർത്തുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതുണ്ടോ, ഒട്ടും തയ്യൽ തുമ്പ് ഓർമ്മ കാണാതെ വളരെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറുഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇതേപോലെ ഒപ്പം പിടിക്കുക. അതിനുശേഷം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത് ആ ഒരു അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ 1 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ തയ്യൽ തുമ്പ് കാണാതെ സൈഡ് 2 ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ഭംഗിയാണ്. നമ്മൾ തിരിച്ചിട്ട് നോക്കിയാലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മളുടെ ഫ്ലീറ്റ്സും സ്കേർട്ട് പോർഷനും ബോഡി പോർഷനും തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ നല്ല തുണി ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. ലൈനിങ് ഇച്ചിരി മാറ്റി വെച്ചിട്ടാണ്. അത് നല്ല വശമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ നല്ല വശവും നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശവും ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഈ ഒരു ഭാഗം പുറത്തേക്ക് ഇങ്ങനെ നിടുക. അതിനുശേഷം നമുക്ക് ഇതുണ്ടോ, നമ്മുടെ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ നല്ല തുണിയുടെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതി തയ്യൽ തുമ്പിൽ നമ്മളൊന്ന് സ്കേർട്ടും ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗം വളരെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുണ്ട് ലൈനിങ് എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ലൈനിങ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ ലൈനിങ് ചെയ്യുന്നത് ഇതുണ്ട്, ലൈനിങ് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ അതൊന്ന് പൊതിഞ്ഞാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളൊന്ന് വെക്കുക. അതിനുശേഷം ഇതുണ്ട് സ്കേർട്ടിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് നമ്മുടെ വൈറ്റ് ലൈനിങ് ഇതിനെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഈ നൂലൊക്കെ ചില തുണിയുടെ നൂലൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും, ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കുന്നതും ഒഴിവാക്കാൻ പറ്റും നമ്മുടെ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് കാണുകയില്ല. വളരെ റെഡിമെയ്ഡ് ചെയ്തെടുക്കുന്നത് തന്നെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതേപോലെ കുറേശ്ശെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മുഴുവൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് വരും, ഇതെങ്ങനെയാണ് ഒന്നിച്ചാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ കുറേശ്ശെ വെച്ചാലാണോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാനൊരു 3 ഇഞ്ച് അത്രയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാണ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒപ്പത്തിന് വെച്ച് ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഒറ്റ സ്റ്റിച്ചിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഞാനന്ന് വളരെ കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഭാഗം നമുക്ക് തയ്യൽ തുമ്പും നൂലൊന്നും കാണുകയില്ല. അല്ലെങ്കിൽ ലോക്ക് ചെയ്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി ചെയ്യാനുള്ളത് ബോ വയ്ക്കുക, ബാക്കിലൊരു ബട്ടൺ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബോ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു ചെറിയ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ബോയാണ് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിലുള്ള തുണി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു,
അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തു. മൂന്നാമത്തെ സൈഡിൻ്റെ പകുതി കൊണ്ട് നിർത്തി. എന്നിട്ട് ആ ഹോളിലൂടെ നമുക്ക് തുണിയൊന്ന് തിരിച്ചിടാം. ഇതേപോലെ എന്തെങ്കിലും ഒന്ന് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ആ കോർണറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ തുണി അകത്തേക്ക് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഒന്ന് കെട്ടിയിട്ട് നിർത്തുക, തുടങ്ങുക, കെട്ടിയിട്ട് നിർത്തുക, കെട്ടിയിട്ട് അതിനുശേഷം ഇതുകൊണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് പിടിച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് കറക്റ്റ് സെൻറ്ററിലെടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു ബോ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തുണി എടുക്കുക, അതിനൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബോയുടെ മുകളിലോട് ഇങ്ങനെ ഒന്ന് വെച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ബാക്ക് ഭാഗം മെഷീനിൽ വെച്ചിട്ട് നല്ല സ്ട്രോങ് സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോയും ഓക്കെ ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ബോയെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉടുപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നൂല് സൂചി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഊരി പോകാത്ത രീതിയിൽ 3 നൂലിട്ടിട്ടാണ് ഞാനൊന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം നമ്മളൊന്ന് ഇട്ട് നിർത്തുക. അതിനുശേഷം നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബോയുടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടനാണ് വെക്കുന്നത്. ബട്ടൺ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാൻ ഞാൻ ബുഡിൻ്റെ ബട്ടൺസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ വെച്ചതിന് ശേഷം താഴേന്ന് സൂചി നൂലും എടുത്തിട്ട് നല്ല 3 അഴയിട്ട നൂലിട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇടുമ്പോഴേ കയ്യിലിരിക്കരുത്. അത്രമാത്രം സ്ട്രോങ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിൽ ഇതേപോലെ 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ വീണ്ടും നല്ല നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.